കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹാർഡ് വാട്ടറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് പഠിച്ചു. അതേപോലെ ഹാർഡ് വാട്ടേഴ്സിന് ഞാൻ പറഞ്ഞു കൊറോഷൻ കൂട്ടുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, എങ്ങനെയാണ് കൊറോഷൻ കൂട്ടുന്നത്, ആരാണ് കൊറോഷൻ കൂട്ടുന്നത്. ഹാർഡ് വാട്ടർ എന്ത് ചെയ്യും? കൊറോഷനെ കൂട്ടും. ഹാർഡ് വാട്ടറിലെ ഏത് കോമ്പോണൻ്റ് ആണ് കൊറോഷനെ കൂട്ടുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഹാർഡ് വാട്ടർ ആൻഡ് കൊറോഷൻ. Hard water contains chlorides in the form of calcium chloride and MgCl2, CaCl2 and MgCl2, calcium chloride and magnesium chloride. It increases corrosion of materials and is corroded. ഒരു മെറ്റീരിയലിൻ്റെ കൊറോഷൻ കൂട്ടുകയും ഇറ്റ് ഈസ് കൊറോഡഡ്, കൊറോഡ് ചെയ്ത് നശിക്കും, കൊറോഡഡ്. അപ്പം ഹാർഡ് വാട്ടർ ആൻഡ് കൊറോഷൻ. Hard water contains chlorides in the form of calcium chloride and magnesium. ഹാർഡ് വാട്ടറിൽ എന്തുണ്ടാവും? ക്ലോറൈഡ് ഉണ്ടാവും. എന്ത് ഫോമിലാണുള്ളത്? കാൽസ്യം ക്ലോറൈഡ് ആൻഡ് മഗ്നീഷ്യം ക്ലോറൈഡ്, CaCl2 and MgCl2. ഇറ്റ് ഇൻക്രീസസ് കൊറോഷൻ ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയൽസിൻ്റെ കൊറോഷൻ കൂട്ടുകയും കൊറോഷൻ സംഭവിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് കൊറോഡഡ്. ഓക്കെ, ഈ നേരത്തെ മുമ്പ് ഞാൻ പറഞ്ഞു ബോയിലർ സ്കെയിൽസ് ആൻഡ് ബോയിലർ എക്സ്പ്ലോഷൻ. മുമ്പ് പറഞ്ഞതാണ്, വീണ്ടും ഇവിടെ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ബോയിലർ സ്കെയിൽസ് ആൻഡ് ബോയിലർ എക്സ്പ്ലോഷൻ പറഞ്ഞാൽ എന്താണ്? വെൻ ബോയിലർ വിച്ച് കണ്ടെയ്ൻസ് ഹാർഡ് വാട്ടർ ഈസ് ഹീറ്റഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ബോയിലർ സ്കെയിൽസ് ആൻഡ് ബോയിലർ എക്സ്പ്ലോഷൻ. അത് വേർഡ്സിൽ എഴുതിയെന്നുള്ളൂ. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അത് വേർഡ്സിൽ എഴുതിയെന്നുള്ളൂ. ഓക്കെ, വെൻ ബോയിലർ വിച്ച് കണ്ടെയ്ൻസ് ഹാർഡ് വാട്ടർ ഈസ് ഹീറ്റഡ്, ദ സോലുബിൾ കാൽസ്യം സോലുബിൾ CaHCO2 ഈസ്, അതായത് കാൽസ്യം ബൈകാർബണേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇൻസോളുബിൾ കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞില്ല കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ അത് കാൽസ്യം കാർബണേറ്റായി മാറും. The insoluble calcium carbonate CaCO3 is called boiler scale. The insoluble calcium carbonate എന്ന് വിളിക്കുക boiler scale എന്നാണ് വിളിക്കുക. It is deposited in the inner side of boiler. ഉൾഭാഗത്ത് deposit ചെയ്യും. Due to this, a large amount of fuel is wasted. കാരണം കുറേ ഫ്യൂവൽ വേസ്റ്റ് ആവും. കാരണം എന്താണ്? വെള്ളം ചൂടാക്കുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചൂടാവും? കാൽസ്യം കാർബണേറ്റ് അല്ലേ? ഇന്നർ വാളിലൊക്കെ എന്തുണ്ടാവും? കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവും. കുറേ ഹീറ്റ് കാൽസ്യം കാർബണേറ്റ് അബ്സോർബ് ചെയ്യും, ബാക്കി മാത്രമേ വെള്ളത്തിന് കിട്ടുള്ളൂ. സംടൈംസ് ദീസ് ബോയിലർ സ്കെയിൽസ് ആർ ബ്രോക്കൺ. അതിന് വിള്ളൽ സംഭവിക്കും. ഡ്യൂ ടു എക്സസ് ബോയിലർ സ്കെയിൽസ് ആർ ബ്രോക്കൺ ചെയ്യും ഡ്യൂ ടു എക്സസ് ഹീറ്റ്. അപ്പം അങ്ങനെ പെട്ടെന്നാണ് ബ്രോക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? കാരണം ബോയിലർ സ്കെയിൽ ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുക? ഫ്യൂവലിൻ്റെ അളവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പെട്ടെന്നായിരിക്കും ഇത് പൊട്ടുക. അപ്പോൾ എന്താ സംഭവിക്കുക? വെള്ളം പെട്ടെന്ന് ബോയിലാവും എന്നാ പറഞ്ഞത്. ഡ്യൂ ടു എക്സസ് ഹീറ്റ്. അപ്പോൾ എക്സസ് ഹീറ്റായി മാറുന്നു. ബോയിലർ ഈസ് എക്സ്പ്ലോഡഡ്. ഇറ്റ് ഈസ് കോൾഡ് ബോയിലർ എക്സ്പ്ലോഷൻ. ബോയിലർ ഹാർഡ് വാട്ടർ ആൾസോ കണ്ടെയ്ൻ ക്ലോറൈഡ്സ് ഇൻ ദ ഫോം ഓഫ് കാൽസ്യം ക്ലോറൈഡ് ആൻഡ് മഗ്നീഷ്യം ക്ലോറൈഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു. It increases corrosion of the boiler and is corroded. ബോയിലറിന് കൊറോഷനെ സംഭവിക്കും. മുമ്പ് പറഞ്ഞില്ല നമ്മൾ, ബോയിലർ കൊറോഡ് ചെയ്യും. അതേപോലെ തന്നെ അപ്പം ബോയിലറിൽ എന്ത് നടക്കും? ബോയിലർ സ്കെയിൽ ഉണ്ടാവും, ബോയിലർ എക്സ്പ്ലോഷൻ ഉണ്ടാവും. അതേപോലെ ബോയിലറിന് കൊറോഷൻ സംഭവിക്കും. അത് വേർഡ്സിൽ നമ്മളിവിടെ പറഞ്ഞതാണ് ചെയ്തത്. ഓക്കെ, അപ്പം കാൽസ്യം ബൈകാർബണേറ്റ് ഉള്ള ഹാർഡ് വാട്ടർ ബോയിലറിൽ ആഡ് ചെയ്യുമ്പോൾ ഇത് ഹീറ്റ് ചെയ്യുമ്പം കാൽസ്യം കാർബണേറ്റായി മാറും. ഇത് ഇൻസോളുബിൾ ആണ്. ഇതിനെയാണ് കാൽസ്യം കാർബണേറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ബോയിലർ സ്കെയിൽ. കേട്ടോ, അപ്പം ഇതുള്ളത് കൊണ്ട് ഇത് ബോയിലറിൻ്റെ ഇന്നർ വാളിൽ ഡിപ്പോസിറ്റ്.
ഇതുണ്ടാവുന്നതിൻ്റെ ഫലമായി കുറേ ഫ്യൂവൽ വേസ്റ്റ് ആവും. കാരണം എന്താണ്? ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ കാൽസ്യം കാർബണേറ്റ് ഡിപ്പോസിഷൻ. അപ്പോൾ ഇത് പെട്ടെന്ന് ചില സമയത്ത് ബ്രോക്ക് ആവും. എന്താ സംഭവിക്കുക? എക്സസ് ഹീറ്റ് ഉണ്ടാവും കേട്ടോ. കാരണം സാധാരണ നമ്മൾ ബോയിലറിന് എന്താ ചെയ്യുക? ഇങ്ങനെ ഡിപ്പോസിറ്റ് ഉണ്ടാവും, നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഫ്യൂവലിൻ്റെ എമൗണ്ട് ഇങ്ങനെ കൂട്ടും. അപ്പോൾ പെട്ടെന്നാണ് ബ്രേക്കിംഗ് എന്ന് സംഭവിക്കും. എക്സസ് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ എക്സസ് ഹീറ്റ് കൊണ്ട് ബോയിലർ എക്സ്പ്ലോഡ് ചെയ്യും. അതാണ് ബോയിലർ എക്സ്പ്ലോഷൻ. അതുകൂടാതെ തന്നെ ബോയിലറിന് സംഭവിക്കുന്നതാണ് കൊറോഷൻ. അതിന് കാരണം കാൽസ്യം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും. ആ കാര്യവും ഇവിടെ സൂചിപ്പിച്ചു. ഓക്കെ, ഇതിൻ്റെ റിയാക്ഷനാണ് ഇത്. റിയാക്ഷൻ എക്സാമിന് ബോയിലർ സ്കെയിൽ, ബോയിലർ എക്സ്പ്ലോഷൻ എന്ന് ചോദിക്കുമ്പോൾ ഈ റിയാക്ഷൻ ഏതാണ്? കാൽസ്യം ബൈകാർബണേറ്റ് ബോയിൽ ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റും ആയി മാറും കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്, പുറത്തു. ഇതാണെന്ത്? ബോയിലർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇതാണ് ഇന്നർ വാളിൽ ഡിപ്പോസിറ്റ്. ഓക്കെ, മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ബോയിലർ വാട്ടർ ഓൾസോ കണ്ടെയ്ൻ. അപ്പോൾ ഇതിവിടെ ആവശ്യമില്ല കേട്ടോ. ഇത് മുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി പോർട്ടബിൾ വാട്ടർ. എന്താണ് പോർട്ടബിൾ വാട്ടർ? വാട്ടർ യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ് ഈസ് കോൾഡ് പോർട്ടബിൾ വാട്ടർ. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന് വിളിക്കുന്ന പേരാണ് പോർട്ടബിൾ വാട്ടർ. The water used for drinking purpose is called potable water. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനെ നമ്മൾ എന്താണ് വിളിക്കുക? പോർട്ടബിൾ വാട്ടർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് പോർട്ടബിൾ വാട്ടർ. ഒരു വാട്ടർ പോർട്ടബിൾ വാട്ടർ ആണെങ്കിൽ, അതായത് ഡ്രിങ്ക് ചെയ്യാൻ ഉപയോഗിക്കണമെങ്കിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറേ ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് എന്ന സവിശേഷതകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഒന്നാമത്തത് pH should be around 7. pH എന്തായിരിക്കണം? 7 ആയിരിക്കണം. അറൗണ്ട് 7 തന്നെ ആയിരിക്കണം. ചിലപ്പോൾ 7.1 ആയാലും കുഴപ്പമില്ല. അതായത് ന്യൂട്രൽ ആയിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ ഡിസീസ് കോസിംഗ് ബാക്ടീരിയ. രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ വെള്ളത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഡിസീസ് കോസിംഗ് ബാക്ടീരിയക്ക് നമ്മൾ പാത്തജൻ എന്നാണ് വിളിക്കുക. പാത്തജൻ. ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ പാത്തോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. രോഗാണുക്കളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് പാത്തജൻ. അല്ലെങ്കിൽ രോഗാണുക്കളെ ചികിത്സിക്കുന്ന, രോഗാണുക്കൾ വരുന്നതിന്റെ ഫലമായി ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് പാത്തോളജി. അപ്പോൾ പാത്തജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് കോസിംഗ് ബാക്ടീരിയനെ വിളിക്കുന്ന പേരാണ് പാത്തജൻ. അത് വെള്ളത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ പോയിസണസ് ഗ്യാസ് ലൈക്ക് അമോണിയ, കാർബൺ മോണോക്സൈഡ്, H2S. അമോണിയ, കാർബൺ മോണോക്സൈഡ്, H2S പോലുള്ള പോയിസണസ് ഗ്യാസ് വെള്ളത്തിൽ, പോർട്ടബിൾ വാട്ടറിൽ ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി സോഫ്റ്റ്, അതായത് ഹാർഡ് വാട്ടർ ആവാൻ പാടില്ല, സോഫ്റ്റ് വാട്ടർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ മുമ്പ് പറഞ്ഞില്ലേ. സോഫ്റ്റ് എന്ന സോഫ്റ്റ് വാട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി സോഫ്റ്റ്, അതായത് ഹാർഡ്നെസ്സിന് കാരണമായ സോൾട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പാരൻറ്റ്, വളരെ ക്ലിയർ ആയിരിക്കണം. ഇതിലെ പൊടികളോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ട്രാൻസ്പാരൻറ്റ്, ക്ലിയർ ആയിരിക്കണം. ഇറ്റ് ഈസ് ഓർഡർലെസ് ആൻഡ് കളർലെസ്. വെള്ളത്തിനൊരു പ്രത്യേക കളറൊന്നുമില്ല. ഓർഡർലെസ് എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ല. വാട്ടറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത വാട്ടറാണ് പ്യൂർ വാട്ടർ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെന്തോ ഒരു സോൾട്ട് ഉണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഇറ്റ് ഈസ് ഓർഡർലെസ്. ഓർഡർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ്ലെസ് എന്നാണ് അർത്ഥം. ഓർഡർ, ടേസ്റ്റ് എന്നാണ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്. കളർലെസ് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കളർ ഉണ്ടാവുക. അത് കളർലെസ് ആണ്, കളർ ഉണ്ടാവാൻ പാടില്ല. ഓർഡർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. കളർലെസ് എന്ന് പറഞ്ഞാൽ കളർ ഉണ്ടാവാൻ പാടില്ല.
It should be free of suspended impurities. ചെളി അതുപോലുള്ള ചില കെമിക്കൽസ് വെള്ളത്തിലുള്ള ഉണ്ടാവാൻ പാടില്ല. It should be free of suspended impurities. സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് വെള്ളത്തിൽ പല പല പൊടികളും ഒക്കെ അല്ലേ, അതേപോലെ മണൽത്തരികൾ, അതൊന്നും, അതേപോലെ സിലിക്കേസുകൾ, ഇതൊന്നും വെള്ളത്തിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പം പോർട്ടബിൾ വാട്ടർ, അപ്പം ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പോർട്ടബിൾ വാട്ടർ. എന്താ പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ദ വാട്ടർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനെ നമ്മൾ പോർട്ടബിൾ വാട്ടർ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന്, pH ഷുഡ് ബി അറൌണ്ട് 7. പിന്നെ ഈ ഷുഡ് നോട്ട് കണ്ടെയ്ൻ ഡിസീസ് കോസിങ് ബാക്ടീരിയ, അതായത് പാത്തജൻ ഉണ്ടാകാൻ പാടില്ല. ഇത് ഷുഡ് നോട്ട് കണ്ടെയ്ൻ പോയിസണസ് ഗ്യാസ് ലൈക്ക് അമോണിയ, കാർബൺ മോണോക്സൈഡ്, H2S, കാർബൺ മോണോക്സൈഡ്, അമോണിയൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സാധനം. അപ്പം അത് വെള്ളത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇത് പോയിസണസ് ഗ്യാസ്. പിന്നെ സോഫ്റ്റ് ആയിരിക്കണം, സോഫ്റ്റ് വാട്ടർ ആയിരിക്കണം, ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഇറ്റ് ഈസ് ഓർഡർലെസ് ആൻഡ് കളർലെസ്. കളർ ഉണ്ടാവാനും പാടില്ല, ടേസ്റ്റ് ഉണ്ടാവാനും പാടില്ല. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഓഫ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ്. ചെളികളോ അതേപോലെ പൊടികളോ അതേപോലെ സിലിക്കേസുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ ഫുഡ് വേസ്റ്റുകൾ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതാണ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഓഫ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് പോർട്ടബിൾ വാട്ടർ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് പോർട്ടബിൾ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിന് തന്നെ എങ്ങനെയും പറയാറുണ്ട്, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. ചിലപ്പോൾ ചോദിക്കും എങ്ങനെയാണ് പോർട്ടബിൾ വാട്ടർ പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക. അല്ലെങ്കിൽ ചോദിക്കും പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, വാട്ടർ എങ്ങനെ പ്യൂരിഫൈ ചെയ്യുക. ഓർ മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ്, മുനിസിപ്പാലിറ്റി വാട്ടർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കും. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഒരേ കാര്യമാണ് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് പോർട്ടബിൾ വാട്ടർ ഓർ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഓർ മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ പഠിക്കാൻ പോകുന്ന അതിന് കുറച്ച് ചില സ്റ്റെപ്പുകളുണ്ട്. പോർട്ടബിൾ വാട്ടർ ഉണ്ടാക്കാൻ ചില സ്റ്റെപ്പുകളുണ്ട്, അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിന് ചില സ്റ്റെപ്പുകളുണ്ട്, അല്ലെങ്കിൽ മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ചില സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. The following steps are involved in the purification of water. താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് പോർട്ടബിൾ വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിന് താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ്. ഓക്കെ, ഒന്നാമത്തത് സ്ക്രീനിങ് എന്നാണ് പറയുക. സ്ക്രീനിങ്. ഓക്കെ, ഇൻ ദിസ് സ്റ്റെപ്പ് ലാർജ് സോളിഡ് പാർട്ടിക്കിൾസ് ആർ റിമൂവ്ഡ് യൂസിങ് നെറ്റ് ഓർ മെഷ്. മെഷ് എന്ന കണ്ണികളുള്ള വല, നെറ്റ് എന്ന വല അല്ലെങ്കിൽ കണ്ണികളുള്ള വല ഉപയോഗിച്ചിട്ട് ഇപ്പം വെള്ളത്തിൽ മരക്കഷ്ണം അതേപോലെയുള്ള വലിയ സോളിഡ് പാർട്ടിക്കിൾ ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. വലിയ കണ്ണികളുള്ള വല അല്ലെങ്കിൽ നെറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട്, വലകൾ ഉപയോഗിച്ചിട്ട് വലിയ സോളിഡ് പാർട്ടിക്കിളിനെ നമ്മൾ റിമൂവ് ചെയ്യും. ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് സ്ക്രീനിങ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ പുഴയിൽ നിന്നൊക്കെ വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ പുഴയിലൊക്കെ പല മരക്കഷ്ണങ്ങൾ, പല സാധനങ്ങളും, വലിയ സോളിഡ് പാർട്ടികൾ വെള്ളത്തിലുണ്ടാവും. അത് റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് അല്ല, ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വലിയ പുഴകളിൽ നിന്നാണ് ഇവിടെ വെള്ളം. അപ്പോൾ അവിടെയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ സ്ക്രീനിങ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെഡിമെൻറ്റേഷൻ. ഇത് സാധാരണമായി നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ്. വെള്ളത്തിൽ ചെളി ഉണ്ടെങ്കിലും മണ്ണുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുക, വെള്ളം ഊറ്റാൻ വേണ്ടി വെക്കും, അല്ലെങ്കിൽ വലിയ പാത്രങ്ങളിൽ വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, ചെളി അടിയിൽ ഡിപ്പോസിറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് ചെളി അടിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? മണ്ണാണത്. മണ്ണിന് എന്തുണ്ട്, മാസ് ഉണ്ട്. അപ്പം ഗ്രാവിറ്റി കൊണ്ട് അത് എന്ത് ചെയ്യും, അടിയിൽ വെള്ളം മുകളിലും ചെളി അടിയിലും വരും. ഓക്കെ, അതാണ് സെഡിമെൻറ്റേഷൻ. അത് നമ്മൾ പണ്ട് മുതലേ ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്യുന്ന പ്രോസസ്സിനാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.